വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ. ശാലി, വിഷ്ണുട്ടാ, എന്ത് കോലം. അത് ഒളിച്ച് താമസിക്കില്ലേ? ആൾക്കാരുടെ കണ്ണിപ്പെടാതെ വേണ്ടേ നടക്കാൻ. ശരിക്കും പെട്ടുപോയ അവസ്ഥയിൽ പോയടോ. അല്ല, തന്റെ കാര്യങ്ങൾ എങ്ങനെയാ? എനിക്കും നിർബന്ധിത ലീവാ. സ്പിരിറ്റ് കള്ളക്കടത്തുകാരന്റെ ഭാര്യ ജില്ലാ കളക്ടറായിരുന്ന അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന്. എല്ലാത്തിനും പിന്നിലെ ചന്ദ്രബോസ. എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടാവുമാർക്ക്. അതിനുവേണ്ടിയാ ഇങ്ങനൊരു സ്പിരിറ്റ് നാടകം കളിച്ചിരിക്കുന്നത്. എന്ത് നാടകം കളിച്ചാലും വിഷ്ണുട്ടന് സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാതാക്കിയില്ലേ? വിഷ്ണുട്ട എന്തെങ്കിലും കഴിച്ചായിരുന്നോ? വിഷ്ണുട്ടൻ അകത്തേക്ക് വാ, ഞാൻ കഴിക്കാനെടുക്കും. വേണ്ട, ഈ ഓട്ടത്തിനിടയ്ക്ക് എവിടെന്നെങ്കിലൊക്കെ കഴിക്കും. വിശപ്പെടുക്കാൻ വേണ്ടി മാത്രം. എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ, എന്നാലും എനിക്ക് സമാധാനത്തോടുകൂടി കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. വേഗം പോകണം. വിഷ്ണുട്ട ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? അതിനു വേണ്ടിയിട്ടാണല്ലോ അവന്മാരിങ്ങനെയൊക്കെ ചെയ്യുന്നേ. പക്ഷെ നമ്മൾ തളർന്നു പോരുത്. അവരെത്രത്തോളം ചവിട്ടി താഴ്ത്തിയാലും പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഇപ്പൊ നമുക്ക് അതിന് പറ്റുന്നില്ലല്ലോ. അതിനാദ്യം നമ്മുടെ നിരപരാധിത്വം തെളിയിക്കണം. സ്പിരിറ്റ് നമ്മുടെ വണ്ടിയിൽ മനഃപൂർവ്വം വെച്ചതാണെന്ന് തെളിവ് സഹിതം അറിയിക്കേണ്ടവരെ അറിയിക്കണം. ചന്ദ്രബോസിന്റെ തലയ്ക്ക് മുകളിലുള്ളവരെ. എങ്കിൽ മാത്രമേ എനിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അതുവരെ എനിക്കിങ്ങനെ ഒളിവ് കഴിയാനേ പറ്റൂ. വിഷ്ണുട്ടനകത്തേക്ക് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ. ഏയ് വേണ്ട ശാലിനി, വേണ്ട. ഈ ആദി പിടിച്ച ഓട്ടത്തിനിടയിൽ വിശക്കണില്ല. പിന്നെ തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഞാൻ വന്നേ. മോളുറങ്ങിയോ? അച്ഛനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അവള് ചോദിക്കും. ഞാൻ ഓരോ ഒഴിവ് കഴിവ് പറയും. എന്നാലും മറ്റുള്ളവർ പറഞ്ഞ് ഏകദേശം കാര്യങ്ങൾ അവൾക്കും അറിയാം. ഞാൻ വിളിക്കണോ? വേണ്ട. ഈ ഒരവസ്ഥയിൽ അവളെന്നെ